നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും നെഞ്ചരിച്ചിലോ വയറുവേദനയോ ഛർദിയോ എന്തെങ്കിലും പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടാകുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം, നമ്മളുടെ വയറിൽ എല്ലാ ദിവസവും ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ആ ആസിഡ് നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാൻ വളരെയേറെ റോളുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ ഇത് നോയമ്പെടുക്കുന്നതിന് മുമ്പ് നമ്മൾ 3 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ നോയമ്പെടുത്ത് തുടങ്ങിയപ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു ടൈമിംഗ് എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ കൂടി. ആ സമയത്ത് ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ വയറ്റിലുണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറ്റിൽ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏതൊരു ശരീരഭാഗത്താണെങ്കിലും ആസിഡ്, ഉദാഹരണത്തിന് നമ്മളുടെ കയ്യിൽ തന്നെ കുറച്ച് ആസിഡ് കുറച്ച് നേരം നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാൻ തുടങ്ങും. അങ്ങനെ കുറേ നേരം ഇരുന്നാലോ അത് ചിലപ്പോൾ ഒരു മുറിവായി മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആസിഡ് കൂടുതലായിട്ടുണ്ടായിട്ട് വയറ്റിൽ അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഭിത്തികൾക്ക് ചെറിയ മുറിവ് പോലെയോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെയോ ഉണ്ടാകുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ അൾസർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവാം. അതായിരിക്കാം നമുക്ക് നെഞ്ചരിച്ചിലായോ വയറിരിച്ചിലായോ വയറുവേദനയായോ ഛർദിയായോ ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസേൺഡ് ആയിട്ടുള്ളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തി നോക്കുക എന്നുള്ളതാണ്. അതായത് ഏത് ഭാഗത്താണ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടാവുക, അൾസർ ഉണ്ടായിട്ടുണ്ടാവുക, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വായിലൂടെ ഒരു ട്യൂബ് കയറ്റിയിട്ട്, ഒരു ക്യാമറയുള്ള ട്യൂബ് കയറ്റിയിട്ട് നടത്തുന്ന പരിശോധന എൻഡോസ്കോപ്പി എന്ന് പറയും. അപ്പർ GI എൻഡോസ്കോപ്പി എന്ന് പറയും. അത് പരിശോധിച്ച് എവിടെയെങ്കിലും അൾസർ വല്ലതും ഉണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടായ അൾസറാണോ, കുറേ കാലം മുമ്പുണ്ടായ അൾസറാണോ, ആ അൾസറിൽ നിന്നൊരു ബയോപ്സി എടുത്ത് പരിശോധിക്കുക. ആ അൾസറിൽ എന്തെങ്കിലും രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ ചെയ്തു നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ശരി.